ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിധുവിൻ്റെ അക്കുവിൻ്റെയും ചോറൂണൽ വ്ളോഗാണ് കേട്ടോ. രണ്ടുപേരും രാവിലെ നേരത്തെ എനിക്ക് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി സുഖമായ ഉറക്കത്തിലാണ്. ഗുരുവായൂർ വെച്ചാണ് ചോറൂണ് നടത്തുന്നത്. ദിവസങ്ങളും മാസങ്ങളൊക്കെ വേഗം വേഗം ഓടിപ്പോകണ പോലെ ഇവർ പെട്ടെന്ന് വലുതാവണ പോലെ തോന്നുന്നു. ഇത്തിരി പോകുന്ന ചെക്കന്മാർ ഇതേ ഇത്രയായി. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി. എൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. അനീഷേട്ടനും ഞാനും അമ്മയും അച്ഛനൊക്കെ റെഡിയായി. പിള്ളേരുടെ മാമന് വേണ്ടി വെയിറ്റിംഗ് ആണ്. മാമൻ കുറച്ച് നേരം വൈകി. അങ്ങനെ മാമൻ വന്ന് കാറൊക്കെ എടുത്ത് ഞങ്ങൾ പോകാൻ സെറ്റായി. കാറിൽ കയറിയപ്പോൾ അക്കുവിൻ്റെ ഉറക്കമൊക്കെ മാറി. ഉറക്കമൊക്കെ കഴിഞ്ഞ് അക്കു എണീറ്റു. ഇതിപ്പോൾ എന്താ കഥ, അത് എവിടേക്കാണ് പോകണേന്നുള്ള ആലോചനയിൽ അക്കു അച്ഛൻ്റെ മടിയിൽ സെറ്റായിരുന്നു. വിധുക്കുട്ടൻ നല്ല ഉറക്കത്തിൽ തന്നെ അപ്പോഴും അമ്മമ്മയുടെ മടിയിൽ ഇരുന്ന് സുഖമായി ഉറങ്ങുക. ഗുരുവായൂർ എത്തണ വരെ അവ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ട്. രണ്ടാളും അമ്മമ്മയുടെ അച്ഛൻ്റെ മടിയിലായ കാരണം ഞാൻ ഫ്രീ ആയി നടക്കില്ലായിരുന്നു. ഞാൻ എങ്ങനെയും പോകുമ്പോൾ ഇവരെന്നെ എടുക്കാറ് കൂടുതലും. ഗുരുവായൂർ പോക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം ചെറുതായി ഒന്ന് പനി പിടിച്ചു. അതാണ് സൗണ്ടിൽ ഈ ചെറിയൊരു വ്യത്യാസം. അങ്ങനെ ഞങ്ങൾ ഈ യാത്ര തുടർന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഗുരുവായൂർക്ക് ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങളൊരു 8:30 ആകുമ്പോഴാണ് ഇറങ്ങിയത്. 9 മണി കഴിഞ്ഞോട് കൂടിയിട്ട് തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അനീഷേട്ടൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും ഏട്ടനും കൂടിയിട്ട് നേരെ ഗുരുവായൂർക്ക് വരാമെന്നാണ് പറഞ്ഞേക്കണത്. അമ്മയ്ക്ക് വയ്യാത്ത കാരണം അമ്മ വന്നില്ല. അനീഷേട്ടന് 2 ഏട്ടന്മാരാണുള്ളത്. ഒരാൾ ദുബായിൽ ഫാമിലിയായിട്ട് സെറ്റിലാണ്. രണ്ടാമത്തെ ആളുടെ വൈഫ് പ്രസവിച്ച് കിടക്കുന്ന കാരണം ചേച്ചിക്ക് കൂടാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ മാത്രമേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി. കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയതൊരു ഞായറാഴ്ച ദിവസമാണ്. ഇപ്പോൾ ശബരിമല സീസണൊക്കെ ആയ കാരണം അയ്യപ്പന്മാരുടെ നല്ല തിരക്കുണ്ടായിരുന്നു. കാറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വിധുവിൻ്റെ ഉറക്കമൊക്കെ മാറി. പുറത്തിറങ്ങിയപ്പോൾ നല്ല കാറ്റ്, ആൾക്ക് ചെറുതായിട്ട് ചിരിയൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ചിരിയൊക്കെ പാസ്സാക്കി തരുന്നുണ്ട്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി ഞങ്ങൾ ഉള്ളിലേക്ക് നടന്നു തുടങ്ങി. ഉള്ളിലേക്ക് നടന്നു പോണ വഴിക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരാൾ അനീഷേട്ടൻ എടുത്തിട്ടുണ്ട്, ഒരാളെ അമ്മ എടുത്തിട്ടുണ്ട്. രണ്ടുപേർക്കും ഇങ്ങനെ എടുത്ത് നടക്കുന്നത് ഇഷ്ടമായ കാരണം അവിടെ എത്തിയപ്പോൾ അധികം ബഹളമൊന്നും വയ്ക്കലൊന്നും ഉണ്ടായില്ല. നടന്നു പോകുന്ന വഴി എൻ്റെ കണ്ണ് പോകുന്നത് ഇവിടുത്തെ ഈ സൈഡിലുള്ള കടകളിലേക്കാണ്. നല്ല ഭംഗിയാണ് അവിടെ കുഞ്ഞു കണ്ണന്മാരുടെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഗുരുവായൂർ നടക്കലെത്തി. ചോറൂണ് കൊടുക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് ഫോണൊന്നും കയറ്റാൻ പാടില്ല. അപ്പം നമ്മളത് ക്ലോക്ക് റൂമിൽ വെച്ച് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറിയത്. അങ്ങനെ 4-5 മാസമായിട്ട് പാല് മാത്രം കുടിച്ചിരുന്ന അക്കും ഇതും ആദ്യമായി പായസത്തിൻ്റെ രുചിയൊക്കെ അറിഞ്ഞു. ചോറ് കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു തൊട്ടിലിൽ കിടത്തിയിട്ട് ഇവരെന്നെ എടുക്കണം. ആ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരാൾക്ക് 2 ആൾ വെച്ചിട്ട് നമുക്ക് നേരെ ഉള്ളിൽ കയറി തൊഴാൻ പറ്റും. ഇവർ 2 ആളുള്ള കാരണം നമുക്ക് 4 ആൾക്ക് കയറി തൊഴാൻ പറ്റി. ഞാനും അനീഷേട്ടനും എൻ്റെ അമ്മയും പിന്നെ അനീഷേട്ടൻ്റെ അച്ഛനും കൂടിയിട്ടാണ് ഉള്ളിൽ കയറി തൊഴുതത്. അതിന് ശേഷം ഒരു തുലാഭാരം തൂക്കുക, ആ ഒരു ചടങ്ങ് കൂടിയും കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പരിചയക്കാരനെ കണ്ട് തന്നെ വർത്തമാനം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു 2 ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞിട്ട് കുറച്ചാണ്ട് ഉള്ളിലേക്ക് നീങ്ങിയിരുന്ന 2 ഫോട്ടോസ് എടുക്കാൻ നോക്കി. പിന്നെ പിള്ളേർ വാശിയാവുന്ന കണ്ടപ്പോൾ അങ്ങനെ ഫോട്ടോസൊന്നും അധികം എടുക്കാൻ നിന്നില്ല. നേരെ അവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു. ചോറ് കൊടുക്കലും ഉള്ളിൽ കയറി തൊഴലും തുലാഭാരം തൂക്കലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു സമയമായി. നേരം 12:30 കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി അവിടെ വരിക്ക് നിന്ന് ചോറിനാൻ പിള്ളേരായിട്ട് പറ്റില്ലല്ലോ വെച്ചിട്ട് ആ വരുന്ന വഴിയിൽ തന്നെ ഒരു കടയിൽ കയറിയിട്ട് ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പിള്ളേരെ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കില്ല ആദ്യമാണ്. എന്നാലും അക്കുവിനെ ഞാൻ മടിയിൽ വെച്ചു, വിധുവിനെ അമ്മയും മടിയിൽ വെച്ചു. അങ്ങനെ ഇന്നത്തെ ചോറൂണ് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.